ഞാനും എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ മഞ്ചേരിയാണ്. ഇപ്പോൾ ട്രിവാൻഡ്രം ടു മഞ്ചേരി ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 5 മണിക്ക് തിരിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം 4 മണിയാകുമ്പോൾ ട്രിവാൻഡ്രം എത്തും. തിരിച്ചും അതേപോലെ തന്നെയാണ്. മാഷാണെങ്കിൽ 2 ദിവസം എടുക്കും. അതായത് ഇവിടുന്ന് നമ്മൾ ആലപ്പുഴ എത്തി നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം, ഒന്ന് ഫുഡൊക്കെ കഴിച്ച് ഞാൻ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെയായിരുന്നു. ആദ്യം ഫുഡ് കഴിക്കും, അപ്പൊ അതിന്റെ അവിടെ കിടന്നിറങ്ങും. അത് കഴിഞ്ഞ് രാവിലെ ഒന്ന് എണീറ്റ് നമ്മളൊക്കെ എല്ലായിടത്തും പോകാനുണ്ടെങ്കിൽ എങ്ങനെയാ, ഇപ്പം 5 മണിക്ക് പോകണം, അപ്പം ഞാൻ അരമണിക്കൂറിൽ റെഡി ആവുന്നുണ്ടെങ്കിൽ 4:30 എണീറ്റാൽ മതി, കുളിച്ച് റെഡിയായി പോയി. ഇത്രയല്ലേ ഉള്ളൂ നമ്മൾ. അപ്പം ഞാൻ അങ്ങനെയായിരുന്നു വിചാരിച്ചത്. കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴും മാഷ് 5 മണിക്ക് പോകാനാണെങ്കിൽ 3 മണിക്ക് അലാം വെച്ചിരിക്കും. ഞാൻ എന്തിനാ 3 മണിക്ക് അലാം വെച്ചിരിക്കണേ മനുഷ്യൻ? പറഞ്ഞു ഇല്ല നമുക്ക് റെഡിയാവും. ഞാൻ പറഞ്ഞു ഇല്ല 4:30 എണീറ്റാൽ പോരെ. അപ്പം ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പിന്നെയാണ് എനിക്ക് സത്യം മനസ്സിലായത്. മൂപ്പർക്ക് എവിടെ പോവുകയാണെങ്കിലും പോയില്ലെങ്കിലും ആ ചിട്ടവട്ടങ്ങളുണ്ടല്ലോ അത് അതേപോലെ ചെയ്യണം. അതായത് രാവിലെ 3 മണിക്ക് എണീറ്റ് ഇരുന്ന് ഒന്ന് ആലോചിച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്ത് പേപ്പർ വന്നു വെച്ചാൽ പേപ്പർ വരച്ചിരുന്ന് അരമണിക്കൂറിൽ ചായയൊക്കെ കുടിച്ച് 4:30 വരെ പുസ്തകമൊക്കെ വായിച്ച് ആ ഒരു റിലാക്സ് ചെയ്തിരുന്ന് 4:45 പുള്ളി പറയും റെഡിയായില്ലേ 5 മണിക്ക് പോകണമെന്ന് പറയും. ഇതാണ് മൂപ്പര് റൊട്ടീൻ. ഞാൻ അങ്ങനെയല്ല, ഞാൻ 4:30 എണീക്കും, ചടപട 5 മണിയാകുമ്പോൾ റെഡി ആയിരിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ഡിഫറൻസ്. പിന്നെ എറണാകുളം നമ്മളൊന്ന് സ്റ്റേ ബാക്ക് ചെയ്യും മഞ്ചേരിക്ക് എത്താൻ വേണ്ടി. എറണാകുളം കഴിഞ്ഞ് നമ്മളൊന്ന് ഗുരുവായൂരെത്തും. അവിടെ എത്തുമ്പോൾ വിചാരിക്കും ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴാം, എന്നിട്ട് തൊഴുത് വന്നു കഴിഞ്ഞാൽ നടന്നു ഒന്ന് ക്ഷീണം. അങ്ങനെ ഞങ്ങൾ 4 ദിവസം എടുത്തിട്ടാണ് മഞ്ചേരി.